കൂടിക്കാഴ്ച ഇന്ത്യക്ക് ഒരു നല്ല സൂചനയാണെന്ന് കോൺഗ്രസ് നേതാവ് ശശി തരൂർ. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്ന് വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്താനിരിക്കെ വളരെ ആകാംക്ഷയിലാണ് ഇന്ത്യയിലെയും US-ലെയും ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. അധികൃത കുടിയേറ്റക്കാരെ വിലങ്ങണിയിച്ച് മനുഷ്യത്വരഹിതമായി ഇന്ത്യയിലേക്ക് നാടുകടത്തിയ രീതിയിൽ മോദി എന്ത് നിലപാടാണ് സ്വീകരിക്കുമെന്നും അതിന് ട്രംപ് എന്ത് മറുപടി പറയുമെന്നുമാണ് ഇന്ത്യൻ ജനത ഉറ്റുനോക്കുന്നത്. വ്യാപാര തീരുവ, നയതന്ത്ര സഹകരണം ഉൾപ്പെടെയുള്ള സുപ്രധാന വിഷയങ്ങളുമുണ്ട്. രണ്ടാം വട്ട പ്രസിഡന്റ് പദവിയിലെത്തിയ ശേഷം ട്രംപിനെ സന്ദർശിക്കുന്ന ആദ്യ രാഷ്ട്രത്തലവന്മാരിൽ ഒരാളാണ് നരേന്ദ്രമോദി. ട്രംപ് ആദ്യം അധികാരത്തിലിരുന്നപ്പോഴും ഇരുവരും ഊഷ്മളമായ ബന്ധമാണ് തുടരുന്നത്. ട്രംപിന്റെ നിലപാടുകൾ സഖ്യരാഷ്ട്രങ്ങളെ പോലും അലോസരപ്പെടുത്തിയപ്പോഴും ട്രംപിനെ പിണക്കാൻ മോദി മുതിർന്നില്ല. ഇന്ത്യൻ US നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന കൂടിക്കാഴ്ചയെ നിർണായക ചുവടുവെപ്പ് എന്നാണ് കോൺഗ്രസ് MP ശശി തരൂർ പറഞ്ഞത്. ട്രംപിനെ ആദ്യമായി കാണുന്ന ലോക നേതാക്കളിൽ ഒരാളാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്നത് വളരെ പ്രധാനമാണ്. അതൊരു നല്ല സൂചനയാണെന്നും തരൂർ മാധ്യമങ്ങളോട് പറഞ്ഞു. ചർച്ചയുടെ അജണ്ട വെളിപ്പെടുത്താത്ത സാഹചര്യത്തിൽ ഇന്ത്യക്ക് മുൻഗണന നൽകാൻ സാധ്യതയുള്ള പ്രധാന വിഷയങ്ങൾ തരൂർ ചൂണ്ടിക്കാട്ടി. അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ ബന്ദികളാക്കി തിരിച്ചയച്ചതും മനുഷ്യത്വരഹിതമായി അവരോട് പെരുമാറിയതുമായി ബന്ധപ്പെട്ട വിഷയം, ഇറക്കുമതി തീരുവ, നിയമപരമായി അമേരിക്കയിൽ കുടിയേറാനുള്ള S-1B വിസയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇങ്ങനെ സുപ്രധാന വിഷയങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ചർച്ചകളിൽ ഇരുവരും ഉക്രൈനെ കുറിച്ചും സംസാരിച്ചേക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാരണം പ്രധാനമന്ത്രി മോദി ഉക്രൈനിലും റഷ്യയിലും പോയിട്ടുണ്ട്. ട്രംപ് ഇന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായും സംസാരിച്ചു. ഇതെല്ലാം പരിഗണിച്ചേക്കാം. അതേസമയം ഇവിടെ ഇരുന്ന് അവർ എന്ത് ചർച്ച ചെയ്യുമെന്ന് ഊഹിക്കാൻ പ്രയാസമാണ്. അതിനാൽ വാർത്താക്കുറിപ്പ് പുറത്തിറക്കും വരെ കാത്തിരിക്കുന്നതാണ് നല്ലതെന്നും തരൂർ പറഞ്ഞു. ആഗോള സഖ്യങ്ങളിൽ ഇന്ത്യ സുപ്രധാന ശക്തിയായി വളർന്നു വരുന്നതും ശശി തരൂർ ചൂണ്ടിക്കാട്ടി. ഇന്ത്യ ഒരു ക്വാഡ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഇതിനായി ട്രംപ് ഇന്ത്യയിലേക്ക് വരുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണണമെന്നും അദ്ദേഹം വ്യക്തമാക്കി.